നമസ്കാരം ഗൈസ്. അപ്പോൾ ഞാനത് അതിൻ്റെ മുന്നേ വീഡിയോ ഇട്ടിരുന്നു. വാരണാസി പാലത്തിന് നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നു. ഒരുപാട് പേർക്ക് പല ആൾക്കാർക്കും ഒരു ഉപകാരമായ ഒരു പാലം തന്നെയായിരുന്നു. ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് പാലം വന്നത്. ഇപ്പോൾ അതിൻ്റെ ബാക്കി കൈവരികൾ കാര്യങ്ങൾ വർക്കെല്ലാം നടക്കുന്നുണ്ട്. എന്നാൽ ഞാൻ അന്ന് വീട്ടിൽ ശേഷം എനിക്ക് ഒരുപാട് പേര് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ പാലത്തിന് ഒരു വീതി കുറവുണ്ടോയെന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും നോട്ടീസ് ചെയ്ത് തന്നൊരു കാര്യമായിരുന്നു. കാരണം നമ്മൾ ബാക്കി പാലം നോക്കുമ്പോൾ കുറച്ചും കൂടി വീതി ഉണ്ടാവുന്നത് നന്നായി എനിക്ക് തോന്നിയിരുന്നു. കാരണം കുറച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് തോന്നി കഴിഞ്ഞാൽ അഭിപ്രായങ്ങൾ പറയൂ. കാരണം നമ്മൾ നെഗറ്റീവായിട്ട് പറയല്ല, ഈ പാലം വന്നത് നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ്. ഭയങ്കര ട്രാഫിക്കിന് ഭയങ്കരമായിട്ട് ഒരു റിലാക്സേഷൻ കിട്ടിയ കാര്യം തന്നെയാണ്. പക്ഷേ ഈ പാലത്തിൻ്റെ പെട്ടെന്ന് നോക്കുമ്പോൾ ഭയങ്കര ഒരു ഇടുങ്ങിയ പാലം പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പലവരും ചോദിച്ചിരുന്നു. നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെയാണ് ഈ സൈഡിൽ ഫുട്പാത്ത് വരുന്നുണ്ട് തോന്നുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ പാലത്തിൽ ഒരു കൈവരി പോലെ രണ്ടെണ്ണം വന്നിട്ടുണ്ട്. ഇനി അത് കാരണമാണോ അറിയില്ല. പിന്നെ അതേപോലെ തന്നെ ഈ റെയിൽവേ മേൽപ്പാലമാണ് വന്നിരിക്കുന്നത്. അതിനും വലിയ ടെക്നിക്കലായ വശങ്ങളുണ്ടെന്ന് എനിക്കറിയില്ല. ഇത് നിങ്ങളുടെ അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തെന്ന് മാത്രം. ഇത് കണ്ടില്ലേ, രണ്ട് കൈവരി ഉണ്ട്. നമ്മൾ പൊതുവെ കാണാറില്ല. ഇവിടേക്ക് തോന്നുന്നത് ഫുട്പാത്ത് കാണാൻ വരാണ്ട് തോന്നുന്നു. ഇൻ്റർലോക്ക് ഇട്ടിട്ട് ഫുട്പാത്ത് വരുന്നുണ്ട് തോന്നുന്നുണ്ട്. ചിലപ്പോൾ ഇത് സേഫ്റ്റിയുടെ ഭാഗമായിട്ട് നടക്കുന്ന യാത്രക്കാരുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടായിരിക്കാം ഒരു പക്ഷേ ഇത് വന്നിട്ടുള്ളത്. പക്ഷേ ഇത് അതിൻ്റെ നീളത്തിനെയും കൂടി ഇത് ബാധിക്കുന്നുണ്ടോ എന്നൊരു സംശയം. അങ്ങനെ സംശയം വന്നപ്പോൾ കുറേ പേര് ഇതുമായിട്ട് ചോദിച്ചുകൊണ്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തു. പൊതുവായിട്ടുള്ള അഭിപ്രായങ്ങൾ അറിയാൻ വേണ്ടി മാത്രം ചെയ്തതാണ്. നമ്മളൊരു നെഗറ്റീവായിട്ട് പറയുന്നതല്ല. ഈ പാലം വന്നതിന് പോസിറ്റീവ് ഉണ്ട്. എന്നാൽ ഇങ്ങനെ ലെങ്ത്ത് കുറവായി കഴിഞ്ഞാൽ പിന്നീട് നമുക്കിത് ഒരു റീകൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഒരു റീബിൽഡ് ചെയ്തെടുക്കുന്നത് വളരെ ഒരു ബുദ്ധിമുട്ടുള്ള ടാസ്ക്കാണ്. അതുകൊണ്ട് നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്നത് മാത്രം.